Welcome to lecture session on Basics of Mechanical Engineering. ഞാൻ അനിൽ. സിസ്റ്റം. വാട്ട് ഈസ് സിസ്റ്റം? നമ്മൾ എന്താണോ സ്റ്റഡിക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മളൊരു കപ്പ് ഓഫ് കോഫി എടുത്തു. ആ കപ്പിൻ്റെ ഉള്ളിലുള്ള ആ കോഫിയിലാണ് നമ്മുടെ സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദെൻ ആ കോഫി ആൻഡ് ആ കപ്പ് അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സപ്പോസ് നമ്മൾ ആ കോഫി കൊണ്ട് വച്ചിരിക്കുന്നത് ഒരു റൂമിലാണ്. നമ്മൾ ആ റൂമിലേക്ക് പോകുന്ന ഹീറ്റിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ എന്തായി? ആ റൂമാണ് നമ്മുടെ സിസ്റ്റം. സോ സിസ്റ്റം നമുക്കൊരിക്കലും പർട്ടിക്കുലർലി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണോ നമ്മൾ സ്റ്റഡി അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ദർ ആർ നമ്പർ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം. അതിൽ മെയിനാണ് ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ സിസ്റ്റം. നമ്മൾ സിസ്റ്റത്തിനെ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മാസ് ട്രാൻസ്ഫറും ഹീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫറിനെയും ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓപ്പൺ സിസ്റ്റം. നമ്മളൊരു കപ്പ് ഓഫ് കോഫി ഒരു റൂമിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ എന്തുണ്ടാവാം? അതിൽ നിന്ന് ഹീറ്റ്, ചൂട് കോഫി ആണെങ്കിൽ ഉറപ്പാണ് ഹീറ്റ് റൂമിലെ എയറിലേക്ക് ട്രാൻസ്ഫർ ആവും. സോ ദർ ഈസ് എനർജി ഓർ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഇനി നമ്മൾ ചൂട് കോഫി ആണെങ്കിൽ മേ ബി അതിന് ആവി, അതായത് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് റൂമിലെ എയറിലേക്ക് മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ദർ ഈസ് ഓൾസോ മാസ് ട്രാൻസ്ഫർ. അങ്ങനെ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറുമുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പൺ സിസ്റ്റം. സപ്പോസ് നമ്മൾ ആ സെയിം കപ്പ് ഓഫ് കോഫി ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാണ്. അപ്പം എന്തുണ്ടാവും? ഒരിക്കലും സ്റ്റീം കോഫിയിൽ നിന്ന് എയറിലേക്ക് പോകില്ല. പകരം ആ സ്റ്റീൽ പ്ലേറ്റ് ഹീറ്റായി ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിൽ നിന്നും മാസ് ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയില്ല, പകരം എനർജി ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട്. സച്ച് എ സിസ്റ്റം ഈസ് നോൺ ആസ് ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, സെക്കൻഡ് വൺ ക്ലോസ്ഡ് സിസ്റ്റം. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേഷൻ മീൻസ് എന്താ? എനർജി ട്രാൻസ്ഫറും ഇല്ല, മാസ് ട്രാൻസ്ഫറും ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് അല്ലെങ്കിൽ തെർമോ ഫ്ലാസ്ക് അതൊക്കെ ഐസൊലേറ്റഡ് സിസ്റ്റംസിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ തെർമോഡൈനാമിക്സിലുണ്ട്. വോള്യം കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സ്, ദറ്റ് ഈസ് ഐസോകോറിക് പ്രോസസ്, കോൺസ്റ്റൻറ്റ് പ്രഷർ or isobaric process, constant temperature or isothermal process, adiabatic process, polytropic process, etc. നമുക്കെല്ലാവർക്കും അറിയാം PV = nRT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതിൻ്റെ മറ്റൊരു ഫോമാണ് PV = mRT. PV = mRT. ഇനി ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തത് അല്ലെങ്കിൽ എല്ലാ ഗ്യാസ് ലോസിനെയും കമ്പൈൻ ചെയ്തൊരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് PV / T = കോൺസ്റ്റൻറ്റ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഇനി നമ്മൾ നമ്മൾ കുറേ പ്രോസസ്സ് കണ്ടു. ആ പ്രോസസ്സുകളിൽ ഒരു ഫസ്റ്റ് വണ്ണാണ് PVT റിലേഷൻഷിപ്സ്. അതിൽ ഒരു എക്സാമ്പിൾ എടുത്ത് എങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മളൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, പ്രോസസ്സ് കൺസിഡർ ചെയ്തു. 1 to 2. 1 ആണ് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്, 2 ആണ് എൻഡിങ് സ്റ്റേറ്റ്. ആ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയി. സപ്പോസ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഈ 1നും 2നും വേണ്ടി എഴുതാൻ വിചാരിക്കാം. ഓക്കെ, ഇവിടെ എന്താ വരിക? ഫോർ 1 is P1 V1 / T1 = P2 V2 /
T2 ആണല്ലോ. നമ്മളതിൽ ഫസ്റ്റ് വൺ എടുക്കുകയാണ്, ദാറ്റ് ഈസ് വോളിയം കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് അതിനർത്ഥം എന്താ? V1 and V2 are same. So the equation become P1 divided by T1. V1 V2 cancel equal to P2 divided by T2. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, P1 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ T2. സിമിലർലി തന്നെയാണ് റിമൈനിങ് എല്ലാ ഇക്വേഷൻസും ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ് 1 to 2 എടുത്തുകൊണ്ടാണ് ഇവിടെ W1 to 2 അല്ലെങ്കിൽ Q1 to 2 അല്ലെങ്കിൽ S2 മൈനസ് S1 എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതിൽ W1 to 2 എന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് 1 to 2. Q എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ പ്രോസസ് 1 to 2. ഇത് രണ്ടും മേ ബി എല്ലാ പ്രോസസ്സിലും ചിലപ്പോൾ ടു ദ സിസ്റ്റം ആയിരിക്കാം ഓർ ഫ്രം ദ സിസ്റ്റം ആയിരിക്കാം. ദെൻ S2 മൈനസ് S1, എസ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്. ആ എൻട്രോപ്പി ചേഞ്ച് തന്നെയാണ് നമ്മൾ S2 മൈനസ് S1 അല്ലെങ്കിൽ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പ്രോസസ് ദാറ്റ് ഈസ് 1 to 2 നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രോസസ് കൺസിഡർ ചെയ്യുക. ഒന്ന് ഓപ്പൺ ഫ്ലോ പ്രോസസ്സുകളും സെക്കൻഡ് വൺ ക്ലോസ്ഡ് ഫ്ലോ പ്രോസസ്സുകളും. ഓപ്പൺ ഫ്ലോ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ ദാറ്റ് ഈസ് വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് 1 to 2 is given by integral P dV. Okay, that is pressure into change in volume. നമ്മൾ ഫസ്റ്റ് പ്രോസസ് എടുക്കുകയാണെങ്കിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ dV is 0. സോ W1 to 2 will be 0. അതുകൊണ്ടാണ് ഇവിടെ W1 to 2 ഫോർ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിന് 0 എന്ന് എഴുതിയിരിക്കുന്നത്. എഗെയിൻ റിമൈനിങ് ഇതുപോലെ ഡിറൈവ് ചെയ്തെടുത്തതാണ്. ദെൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് കോൺസ്റ്റൻറ്റ് വോളിയം ഇസ് mCV ഡെൽറ്റ ടി. സിമിലർലി ഫോർ കോൺസ്റ്റൻറ്റ് പ്രഷർ mCP ഡെൽറ്റ ടി. അതിൽ നിങ്ങൾക്ക് കാണാം CV ആൻഡ് CP. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റാണ്, എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് പെർ യൂണിറ്റ് മാസ് ടു റേസ് ദ ടെമ്പറേച്ചർ ത്രൂ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഹീറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോൺസ്റ്റൻറ്റ് വോളിയം. നമ്മളൊരു കണ്ടെയ്നർ എടുത്തു, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഇതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് വോളിയം ചേഞ്ച് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സോ ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റിംഗ്. നെക്സ്റ്റ് വൺ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിലാണ് ഈ ഹീറ്റിംഗ് നടക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്, ഇവിടെ എയർ ഉണ്ട്, ഇതിനെ ഹീറ്റ് ചെയ്തു എങ്കിൽ എന്തു പറ്റും? ഇതിൻ്റെ ഈ പിസ്റ്റൺ ഹീറ്റ് ചെയ്ത് ഈ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം പിസ്റ്റൺ മേലോട്ട് മൂവ് ചെയ്യാനും വോളിയം ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. ബട്ട് ആ കേസിൽ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം അതിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്ന്. സോ ഈ ഒരു ഹീറ്റിംഗ് നമുക്ക് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റിംഗ് എന്ന് വിളിക്കാം. സോ കറസ്പോണ്ടിങ്ങിലി കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ അവിടുത്തെ സ്പെസിഫിക് ഹീറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ് ഈസ് CP. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഈസ് CV ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഇറ്റ് ഈസ് CP. അതുകൊണ്ടാണ് ഈ ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡയാബാറ്റിക് പ്രോസസ്സിന് 0 എന്ന് എഴുതിയിരിക്കുന്നു ഹീറ്റ് ട്രാൻസ്ഫർ. അത് തന്നെയാണ് അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻസും. അഡയാബാറ്റിക് പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത് ഇഫ് ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ടു ദ സറൗണ്ടിങ് ഓർ വൈസ് വേഴ്സ, ദെൻ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് അഡയാബാറ്റിക്. ഓക്കെ, സിമിലർലി അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ ചേഞ്ച് ഇൻ എൻട്രോപ്പിയും 0 എഴുതിയിരിക്കുന്നു. ആക്ച്വലി നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. ഓക്കെ, സോ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിന് മാത്രമേ ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആവുള്ളൂ. ഇറിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിന് ഒരിക്കലും ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആവില്ല. നമ്മൾ സ്റ്റഡിയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നത്. സോ ഒന്നും കൂടിയും പറയാണ്, റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സിന് മാത്രമേ ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആയിരിക്കുള്ളൂ.
നെക്സ്റ്റ് വൺ, നമുക്ക് ഒരുപാട് തെർമോഡൈനാമിക് സൈക്കിൾസ് ഉണ്ട്. അതിലെല്ലാത്തിലും നമ്പർ ഓഫ് അസംഷൻസ് ഉണ്ട്. എല്ലാത്തിലും ഒരു മെയിനായിട്ടുള്ള ഒരു അസംഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയം ഐഡിയൽ ഗ്യാസ് ആണെന്ന്. സോ ആ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എയർ ആണ്. സോ നമ്മളെല്ലാ സൈക്കിൾസിലും എയറിനെയാണ് വർക്കിംഗ് മീഡിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. ഓക്കെ, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. അതിൽ നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഇതാണ് ഒരു കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ കാർനോട്ട് എൻജിൻ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്ന് വിളിക്കുന്നത് ഈ ഹാഷ്ഡ് റീജിയൺ ആണ് സിലിണ്ടർ. ദിസ് ഈസ് പിസ്റ്റൺ. ഓക്കെ, പിസ്റ്റൺ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ട് കവറുകളാണുള്ളത്. നമുക്കൊന്ന് ഡയാതെർമിക് കവർ. ഡയാതെർമിക് കവർ മീൻസ് ഇറ്റ് അലൗസ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഓർ ടു ദ സിസ്റ്റം. അങ്ങനെയാണ് ഡയാതെർമിക് കവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് അത് ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കവർ ബി, ദാറ്റ് ഈസ് അഡയബാറ്റിക് കവർ. ഞാൻ നേരത്തെ പറഞ്ഞു അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളവിടെ ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ അഡയബാറ്റിക് കവർ മീൻസ് ഇറ്റ് വിൽ നോട്ട് അലൗ എനി ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഓർ ടു ദ സിസ്റ്റം. പിന്നെയുള്ളത് രണ്ട് ഹീറ്റ് സോഴ്സും ദെൻ സിങ്കുമാണ്. ഓക്കെ, സോഴ്സ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് സിങ്ക് അറ്റ് ലോവർ ടെമ്പറേച്ചർ. ദെൻ ഈ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റമായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമ്മൾ സിസ്റ്റമായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. എയർ തന്നെയാണ് എഗെയിൻ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ എയർ സ്റ്റാൻഡേർഡ് കാർനോട്ട് സൈക്കിൾ. സോ നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് ഒന്ന് പഠിക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ സിലിണ്ടർ. പിസ്റ്റൺ ഈ എക്സ്ട്രീമിലാണ്. ഇവിടെ എയർ ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡയാതെർമിക് കവർ ആഡ് ചെയ്തു. ഓക്കെ, സെഡ് ഡി. ദെൻ നമുക്ക് സോഴ്സിനെ S1 എന്നും സിങ്കിനെ S2 എന്നും ഇൻഡിക്കേറ്റ് ചെയ്യാം. ദെൻ ഈ ഡയാതെർമിക് കവറിനോട് കൂടി ഞാൻ ഇവിടെ സോഴ്സിനെ ആഡ് ചെയ്തു S1. ഡയാതെർമിക് കവർ ആയതുകൊണ്ട് ഈ സോഴ്സിൽ നിന്നും ഹീറ്റ് ഈ എയറിലേക്ക് ഫ്ലോ ചെയ്യും. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഈ എയർ എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിസ്റ്റൺ മൂവ് ചെയ്തു, ഹാഫ് വേയിലെത്തി. ഗെയിൻ ഇവിടെ എയർ ഉണ്ട്. ആ ഹാഫ് വേയിലെത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയുള്ള ഡയാതെർമിക് കവറിനെ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ അഡയബാറ്റിക് കവർ പ്രൊവൈഡ് ചെയ്തു. ദെൻ സോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്തു. അഡയബാറ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ സംഭവിക്കില്ല. ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിവിടെ സിലിണ്ടർ നേരത്തെ പറഞ്ഞു, ഇവിടെ സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറും നമ്മളൊരു അഡയാബാറ്റിക് വോളായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ അതും ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യില്ല. സിമിലർലി പിസ്റ്റണും ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യില്ല. സോ ഇങ്ങനെ സെക്കൻഡ് സെഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ അഡയാബാറ്റിക് കവർ വെച്ചു. സോ ഈ എയറിന് ഇനി ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല. സോ ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് എനർജി വെച്ച് ഇത് എക്സ്പാൻഡ് ആവും. സോ പിസ്റ്റൺ മൂവ് ചെയ്തു, എക്സ്ട്രീം പൊസിഷനിലെത്തി. ഓക്കെ, ആ എക്സ്ട്രീം പൊസിഷനിൽ എത്തിയ സമയത്ത് നമ്മൾ എഗെയിൻ അഡയബാറ്റിക് കവർ റീപ്ലേസ് ചെയ്തു, പകരം ഡയാതെർമിക് വോൾ വെച്ചു. അതുപോലെ തന്നെ അവിടെ സിങ്കും കോണ്ടാക്ട് ചെയ്തു, ദാറ്റ് ഈസ് S2. സോ ഇവിടെയുള്ള എയറിൽ നിന്നും ഹീറ്റ് ലോ ടെമ്പറേച്ചർ സിങ്കിലേക്ക് ഫ്ലോ ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇവിടെ കംപ്രഷൻ നടക്കും. ദെൻ എന്തു പറ്റും, എക്സ്ട്രീം പൊസിഷനിലുണ്ടായിരുന്ന
പിസ്റ്റൺ മൂവ് ചെയ്തു, സേ ഒരു ഹാഫ് വേയിലെത്തി, സോ എയർ. അഗെയിൻ നമ്മൾ ഡയാതെർമിക് വോൾ റീപ്ലേസ് ചെയ്തു, പകരം അഡയാബാറ്റിക് വോൾ വെച്ചു. സോ അഗെയിൻ ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, ബട്ട് ഓൾറെഡി പിസ്റ്റൺ മൂവ് ചെയ്തു, അവിടെ ഇനർഷ്യ ഉണ്ട്. സോ അഗെയിൻ ഇതിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. സോ അഗെയിൻ ആ പിസ്റ്റൺ ഇവിടെ എക്സ്ട്രീമിലെത്തും. ഓക്കെ, നമുക്കൊന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഹോട്ട് റിസർവോയർ വിത്ത് അഡയാബാറ്റിക് കവർ കോണ്ടാക്ട് ചെയ്തു. സോ സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, അതുകൊണ്ടാണ് ഇവിടെ ഐസോതെർമൽ എന്ന് എഴുതിയിരിക്കുന്നത്. സിമിലർലി എയർ എക്സ്പാൻഡ് ആവുകയാണ്, സോ എക്സ്പാൻഷൻ. ദ പ്രോസസ് 1 to 2 is known as ഐസോതെർമൽ എക്സ്പാൻഷൻ. നെക്സ്റ്റ് വൺ എന്താ, നമ്മൾ റിസർവോയർ സോഴ്സ് റീപ്ലേസ് ചെയ്തു, പകരം അവരെ ഇൻസുലേറ്റിംഗ് സാൻഡ് അല്ലെങ്കിൽ അതിനാണ് നമ്മൾ അഡയാബാറ്റിക് വോൾ എന്ന് വിളിക്കുന്നത്. സോ അവിടെ ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, ബട്ട് ആ എയറിലുള്ള എനർജി വെച്ച് അത് എഗെയിൻ എക്സ്പാൻഡ് ആവും. സോ പ്രോസസ് ഈസ് അഡയാബാറ്റിക് ആൻഡ് എക്സ്പാൻഷൻ. സോ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. പ്രോസസ് 2 to 3 ഈസ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. എഗെയിൻ നമ്മൾ ഇൻസുലേറ്റിംഗ് സാൻഡ് അല്ലെങ്കിൽ അഡയാബാറ്റിക് വോൾ റീപ്ലേസ് ചെയ്തു, അവിടെ സോഴ്സ് പ്രൊവൈഡ് ചെയ്തു. സോ ഹീറ്റ് ട്രാൻസ്ഫർ തിരിച്ചു വന്നു. സോ എഗെയിൻ സോഴ്സ് അല്ല സിങ്ക് പ്രൊവൈഡ് ചെയ്തു, ഹീറ്റ് റിട്ടേൺ ചെയ്തു. സോ എഗെയിൻ ഐസോതെർമലാണ്, കാരണം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ സിങ്കാണ്. വോളിയം റെഡ്യൂസ് ചെയ്യുകയാണ്, ഓർ കംപ്രഷൻ ആണ് നടക്കുന്നത്. സോ ഐസോതെർമൽ കംപ്രഷൻ. പ്രോസസ് 3 to 4 ഈസ് ഐസോതെർമൽ കംപ്രഷൻ. എഗെയിൻ നമ്മൾ ഇൻസുലേറ്റിംഗ് സാൻഡ് അല്ലെങ്കിൽ അഡയാബാറ്റിക് വോൾ അവിടെ കൊണ്ടുവച്ചു, ബട്ട് ഓൾറെഡി പിസ്റ്റൺ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എഗെയിൻ അവിടെ കംപ്രഷൻ തന്നെ സംഭവിക്കുകയുള്ളൂ. ആൻഡ് ദ പ്രോസസ് ഈസ് അഡയാബാറ്റിക് ഓർ ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. സോ അഡയാബാറ്റിക് കംപ്രഷൻ. സോ 4 to 1 ഈസ് അഡയാബാറ്റിക് കംപ്രഷൻ. ഇനി നമുക്കിതിൻ്റെ ഡയഗ്രാംസ് അല്ലെങ്കിൽ ചാർട്ട് നോക്കാം. ഓക്കെ, മെയിനായിട്ട് നമ്മൾ രണ്ട് രീതിയിലാണ് പറയുക, PV ആൻഡ് TS ഡയഗ്രാംസ്. PV മീൻസ് പ്രഷർ, വോളിയം, ആൻഡ് TS മീൻസ് ടെമ്പറേച്ചർ, എൻട്രോപ്പി. അഗെയിൻ നമ്മൾ സൈക്കിള് ഒന്നും കൂടിയും പറയുകയാണ്. ഫസ്റ്റ് വൺ, നമ്മൾ ഡയാതെർമിക് വോളും സോഴ്സും കോണ്ടാക്ട് ചെയ്തു. സോ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റമാണ്, എക്സ്പാൻഷൻ ആണ്. സോഴ്സ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 to 2 എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനായി ഐസോതെർമൽ. എക്സ്പാൻഷൻ ആയതുകൊണ്ട് വോളിയം ഇൻക്രീസ് ഫ്രം V1 to V2. അറ്റ് ദ സെയിം ടൈം pressure decrease from P1 to P2. So expansion. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡയാതെർമിക് വോളും സോഴ്സും റീപ്ലേസ് ചെയ്തു, അഡയാബാറ്റിക് കവർ കൊണ്ട് വെച്ചു. സോ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. സോ അഡയാബാറ്റിക് ആയതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. പ്ലസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. റിവേഴ്സിബിൾ അഡയാബാറ്റിക് എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് ആണ്. സോ എൻട്രോപ്പി കോൺസ്റ്റൻറ്റ് 2 to 3 വേർട്ടിക്കൽ ലൈനായി എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയി 2 to 3. എഗെയിൻ എക്സ്പാൻഷൻ തന്നെയാണ്. സോ അഡയാബാറ്റിക് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ മീൻസ് വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രഷർ 2 to 3 റെഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഗെയിൻ ഡയാതെർമിക് വോളും സിങ്കും കൊണ്ടുവച്ചു. ഹീറ്റ് ട്രാൻസ്ഫർ എയറിൽ നിന്ന് സിങ്കിലേക്കായി. കംപ്രഷൻ ആണ്. സിങ്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കംപ്രഷൻ ഓർ ഐസോതെർമൽ കംപ്രഷൻ. പ്രോസസ് 3 to 4 ഈസ് ഐസോതെർമൽ കംപ്രഷൻ. ഐസോതെർമൽ ആയതുകൊണ്ട് 3 to 4 ലൈൻ ഹൊറിസോണ്ടൽ ലൈനായി. കംപ്രഷൻ ആയതുകൊണ്ട് വോളിയം റെഡ്യൂസ് ചെയ്തു, V3 to V4. പ്രഷർ ഇൻക്രീസ് ചെയ്തു, P3 to P4. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എഗെയിൻ അഡയാബാറ്റിക് കവർ കൊണ്ടുവച്ചു. ദർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ. റിവേഴ്സിബിൾ അഡയാബാറ്റിക് ആണ്. സോ ഐസെൻട്രോപ്പിക് പ്രോസസ് ആണ്. സോ 4 to 1 എന്ന് പറയുന്നത് വേർട്ടിക്കൽ ലൈനായി, എങ്കിൽ മാത്രമേ എൻട്രോപ്പി ചേഞ്ച് ഇൻ എൻട്രോപ്പി 0 ആവുള്ളൂ. ദെൻ എഗെയിൻ കംപ്രഷൻ ആണ്. സോ വോളിയം റെഡ്യൂസ് ഫ്രം V4 to V1 ആൻഡ് പ്രഷർ ഇൻക്രീസ് ഫ്രം P4 to P1. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.